നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് തന്നെയല്ലേ അർജുൻ നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞത്? പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ച പോലെ കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ? ശാലിനി നേരത്തെ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്ന ഞാൻ ഈസിയായി വിഷ്ണുവിനെ കേസിൽ നിന്ന് ഊരിത്തരാം. ആ ഒരു ഉറപ്പേ എനിക്കിപ്പോൾ സത്യാമ്മയ്ക്ക് തരാൻ പറ്റൂ. ആ ഹലോ, ആ ഞാനിവിടെ എത്തി. ഞാൻ അങ്ങോട്ട് കയറുവാ. എടാ രോഹിത് നമ്മുടെ വിഷ്ണു. സാർ, എടോ അവനെ ശ്രദ്ധിച്ചോണം. മരണപ്പെട്ട കാർത്തികയെ ഹാജരാക്കാൻ പറ്റില്ലെന്ന് അവന് തന്നെ അറിയാം. അതുകൊണ്ട് അവനവന്റെ തലതെറിച്ച സ്വഭാവങ്ങളും എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ജോലി പോവേ. ഒന്ന് കരുതിയിരുന്നു. ഓക്കെ സാർ, കരുതിയിരുന്നോളാം. വിഷ്ണുവിന്റെ കുടുംബക്കാരൊക്കെ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ടാകും അല്ലേ? പിന്നല്ലാതെ. മകനെ ജയിലിലേക്ക് യാത്ര അയക്കാൻ വരാതിരിക്കൂ. ശാലിനി കാർത്തികയും കൊണ്ട് ഇപ്പൊ വരുമെന്നും പറഞ്ഞ് കോടതി വരാന്തയിൽ എവിടെയെങ്കിലും നിൽപ്പുണ്ടാവും അർജുൻ. കാണുകയാണെങ്കിൽ പറയാം, കാത്തു നിക്കണ്ട, കാർത്തിക ഇഹലോകവാസം വെടിഞ്ഞെന്ന്. പാവം അളിയനെ രക്ഷിച്ച് ആ കുടുംബത്തിലേക്ക് ഒരു റീ എൻട്രിക്ക് കാത്തിരുന്ന ആളാ. എന്താ ചെയ്യാ? സത്യമ്മ സമാധാനപ്പെടുക. ശാലിനി ഒരു വഴി കാണാതിരിക്കില്ല. രോഹിത്, ശാലിനി വിളിക്കുകയോ മറ്റോ ചെയ്തു നിന്നെ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബ്രോ വിഷമിക്കണ്ട, ശാലിനി കാർത്തികയും കൂട്ടി കൃത്യസമയത്ത് തന്നെ എത്തും. നടക്ക്. കാർത്തിക തീർന്നു. ഇനി അതിന്റെ പേരില് ആരും ദിവാസ്വപ്നം കാണണ്ട. ദിസ് ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. രാമേട്ട ഫാസ്റ്റ്. മാഡം നമ്മൾ എത്തും, ടെൻഷൻ ആവാതെ. ഡിഫൻസ് കൗൺസിലിന് കോടതിയെ രേഖാമൂലം ബോധിപ്പിക്കാനും അറിയിക്കാനുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് കോടതി കടക്കുന്നത്. ഡിഫൻസ് കൗൺസിൽ പറയൂ, കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയാണോ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? മിലോഡ്, അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹം അവരെ അപരാധികളാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ കാണുമ്പോൾ ഈ സമൂഹം ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് സ്വയം ചിന്തിച്ചു പോവുകയാണ് മിലോഡ്.
വഞ്ചനയും ദുഷ്ടതയും കൈ മുതലായുള്ളവർ കാശിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ കണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാവുകയാണ്. ബിലോട്ട്, ഒരു പരിസ്ഥിതി മലിനീകരണ പ്രശ്നമല്ല, അല്ലെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്ന സങ്കീർണതകളല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലമല്ലല്ലോ കോടതി. കോടതിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ മനഃപൂർവ്വം ഡിഫൻസ് കൗൺസിൽ ശ്രമിക്കുകയാണ്. കാർത്തിക ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ കോടതിക്ക് അറിയേണ്ടത് അതാണ്. ഉണ്ടെങ്കിൽ എവിടെ? മിലോട്ട്, ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞറിയിക്കുക എന്നത് പറയുന്ന കാര്യം അത്രത്തോളം ഗൗരവമുള്ളതും മനസ്സിലാക്കേണ്ടതുമാണെന്നും ബോധ്യപ്പെടുത്തുവാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ, യുവർ ഓണർ. ഒരാളുടെ ബോഡിയോട് അത്യന്തം ആദരവ് കാണിക്കേണ്ട സ്ഥാനത്ത് മോർച്ചറിയിൽ നിന്നും ആ ബോഡി ബലമായി എടുത്തുകൊണ്ട് പോയിട്ട് നെട്ടൂർ പാലത്തിലിട്ട് കത്തിച്ച് അത് കാർത്തികയുടെ ബോഡിയാണെന്ന് വരുത്തി തീർത്ത പോലീസിന്റെ ക്രിമിനൽ ബുദ്ധി അത്യന്തം ഭീകരവും ഭയാനകവുമാണെന്ന് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, മിലോട്ട്. അന്നേ ദിവസം അവിടെ കത്തിക്കരിഞ്ഞ ബോഡി കാർത്തികയുടേതല്ലെന്നും പ്രിയ എന്ന് പറയുന്ന അതേ പ്രായത്തിലും അതേ ശരീരഘടനയിലുള്ള പെൺകുട്ടിയുടേതാണെന്നും എല്ലുകളുടെയും പല്ലുകളുടെയും ശാസ്ത്രീയ പഠനത്തിലൂടെ ഫോറൻസിക് ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതി സമക്ഷം സമർപ്പിക്കുകയാണ്. യുവർ ഓണർ, കാർത്തികയല്ല മരിച്ചിരിക്കുന്നതെന്ന് ഡിഫൻസ് കൗൺസിൽ കഴിഞ്ഞ സിറ്റിംഗിൽ തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ്. കാർത്തിക മരണപ്പെട്ടിട്ടില്ലെന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും കാർത്തികയെ കോടതിയിൽ ഹാജരാക്കാമെന്നും അതിനായി 15 ദിവസത്തെ സാവകാശം ചോദിക്കുകയും ചെയ്തത് എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ അർജുൻ ശങ്കർ തന്നെയാണ്. എവിടെ? കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യണം മിസ്റ്റർ അർജുൻ. അല്ലാതെ അതും ഇതും പറഞ്ഞ് കോടതിയുടെ വിലപ്പെട്ട സമയം നീട്ടിക്കൊണ്ടുപോവുകയല്ല വേണ്ടത്. കാർത്തിക എവിടെ? മിലോട്ട്, കാർത്തിക മരിച്ചിട്ടില്ല. കാർത്തിക മരിച്ചു എന്നും പറഞ്ഞ് എന്റെ കക്ഷിയെ മനഃപൂർവ്വം കുറ്റവാളിയാക്കുമായിരുന്നു. കാർത്തികയെ ജീവനോടെ തന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതാണ്. തെളിവ് ഈ നൂറ്റാണ്ടിൽ ഹാജരാക്കാൻ പറ്റുമോ മിസ്റ്റർ അർജുൻ? ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അത് കാണിക്കേണ്ടത് ഈ സ്ഥലത്തല്ല. ഇത് കോടതിയാണ്. ഇവിടെ വേണ്ടത് വ്യക്തമായ തെളിവുകളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? വലിയ കഷ്ടമാ. ഇത് തന്നെയല്ലേ അർജുൻ നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞത്? പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ച പോലെ കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.